കൊന്നതെങ്ങ് നല്ല പോലെ കിളിച്ചു നിൽക്കുക. എനിക്ക് എത്തുന്ന പോലും ഇല്ല. അവര് വിചാരിക്കും നമുക്ക് മലപ്പുറം കണ്ണീര് കേൾക്കുന്നു. Dana, welcome to my another video. Welcome to our another video. This is Dana. അപ്പം നമ്മള് ഇന്ന് സൺഡേ സ്കിൻ കെയർ ഡേ. ഒരു സെക്കൻഡിൽ ഞങ്ങൾ വീഡിയോ ചെയ്യുക. പപ്പ എല്ലാ ഞായറാഴ്ചയും പപ്പ വ്ലോഗ് കൊളാക്കാൻ വേണ്ടി നിൽക്കുക. അപ്പം ഇന്ന് ഞങ്ങളുടെ വ്ലോഗ് നമ്മുടെ സൺഡേ സ്കിൻ കെയർ ആണ്. അപ്പം ഇന്ന് അടിപൊളി ഒരു ഫേസ് പാക്ക് ഇടുക. നമ്മളൊരു പപ്പായ ഫേസ് പാക്ക് ഇട്ട് നമ്മൾ മൊത്തത്തിൽ ഒന്ന് ഗ്ലോ ആകാൻ പോവാണ്. ലിയോ എവിടെ വെച്ചാ? അപ്പം നമ്മുടെ തോട്ടത്തിൽ നിന്ന് പറിച്ച പപ്പായ വെച്ചിട്ട് നമ്മൾ സ്വന്തമായിട്ടൊരു കൊളാക്കാതെ. അപ്പം ഫുൾ സ്കിൻ കെയർ ഡേ ആണ് നമ്മുടെ ഇന്ന്. ലൈക്ക് മോർണിംഗ് സ്കിൻ കെയർ. അപ്പം അതാണ് നമ്മുടെ ഇന്നത്തെ വ്ലോഗ്. അടിപൊളിയായിട്ട് മുണ്ടൊക്കെ എടുത്തിട്ടാ പള്ളിയിൽ പോയി കാണിയത്. സെറ്റ് തന്നെ മുണ്ടൊക്കെ എടുത്ത് നല്ല അടിപൊളി അച്ചാൻ സ്റ്റൈലിലാണ് ഇന്ന് പപ്പ പള്ളിയിൽ വന്നിട്ടുള്ളത്. ചട്ടയമുണ്ടോ? ഐ എം നോട്ട് എ ചട്ടയമുണ്ടോ പേഴ്സൺ. ഞാനൊരു ഫ്രീക്ക് തള്ളാണ് നിങ്ങൾക്ക് അറിയത്തില്ല. ഞാനൊരു വൈബ് മതിയാ? വെറുപ്പിച്ചത് മതിയാ? എല്ലാ ബ്ലോഗിലും വന്ന് വെറുപ്പിച്ചോണം. അപ്പൊ ഗൈസ് എല്ലാവരും രാവിലെ ചർച്ചിൽ പോയി ഭയങ്കര വിശന്നിരിക്കുക. ഇപ്പൊ ഞാൻ എല്ലാവർക്കും ഫേസ് പാക്ക് ഇടാൻ ചെന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടെ എന്നെ പനിക്കിടും. അപ്പൊ അതുകൊണ്ട് രാവിലെ എന്തെങ്കിലും കഴിച്ച് വയറ് നിറച്ചിട്ട് ഫേസ് പാക്ക് ഇടാം. അപ്പം ഇന്ന് നമ്മളുടെ സൺഡേ സ്പെഷ്യൽ ബീഫ് ഫ്രൈയും ചോറാണോ ചപ്പാത്തിയും ബീഫ് ഫ്രൈ ആണ്. അപ്പോൾ ബീഫ് ഓൾമോസ്റ്റ് റെഡിയായി. അപ്പോൾ അതെല്ലാം കഴിച്ചിട്ട് ബീഫ് ഫ്രൈയും ചപ്പാത്തിയും കഴിച്ചിട്ട് നമ്മൾ ഫേസ് പാക്ക് ഇടുന്നതായിരിക്കും. ഓക്കെ ഫേസ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ബീഫ് റോസ്റ്റ്, പിന്നെ ലിച്ചുവിൻ്റെ നിൻ്റെ ബീഫ് ഫ്രൈ ഒന്ന് കാണിച്ചേടാ. ഇത് ലിച്ചുവിൻ്റെ സ്പെഷ്യൽ റിക്വസ്റ്റ് ബീഫ് ഫ്രൈ. പിന്നെ ചപ്പാത്തി മതി, ഞങ്ങൾ ബ്രെഡാക്കി. പിന്നെ ചപ്പാത്തി പരത്താനൊന്നും സമയമില്ലാത്തതുകൊണ്ട് അല്ലേ ചാ? ഓക്കെ സർവ് ഫോർ എവറിബഡി. ആണ് ഞങ്ങളുടെ പപ്പായ മരം. ദേ അവിടെ ഒരു പപ്പായ നിൽപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നിന്നൊരു പപ്പായ ദേ കെസിയായി ഇപ്പം പറിച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ഇതാണ് ഞങ്ങളുടെ പപ്പായത്തോട്ടം. ഇവിടെ ഒരു പപ്പായ മരമുണ്ട്. ദേ അവിടെയൊക്കെ ഒരുപാട് നിൽപ്പുണ്ട്. അപ്പം ഇത് വെച്ചിട്ട് നമ്മളൊരു അടിപൊളി ഫേസ് പാക്കാണ് നമ്മൾ ഫുൾ ഫാമിലി ആയിട്ട് ഇടാൻ പോകുന്നത് ഗൈസ്. അപ്പം നമുക്ക് ഇത് മൊത്തം വേണ്ട. ഇതിൽ പകുതി മുക്കാലിൽ നമ്മൾ കഴിക്കും. എന്നിട്ട് ബാക്കി കുറച്ചെടുത്ത് നമ്മൾ ഫേസ് പാക്ക്. അപ്പോൾ ഫേസ് പാക്ക് ഉണ്ടാക്കാം ഗൈസ്. അപ്പം നമുക്കിത് കട്ട് ചെയ്യാം. നല്ല പഴുത്തതാണ്ടോ? ഓ നൈസ്. സി നല്ല പഴുത്തത്. അത് ഫ്രഷ്. ഇതിലെ കെമിക്കൽസോ ഒന്നും നമ്മൾ ഇട്ടിട്ടല്ല ഇത് വളർത്തുന്നത്. സോ ദിസ് ഇസ് നാച്ചുറൽ. സോ അതുകൊണ്ട് നമ്മൾ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാൻ നമുക്ക് സെറ്റാണ് ആക്ച്വലി. സ്മൂത്ത് അല്ലേ? അടിപൊളി. സി സോ അപ്പം ഇത് ഇങ്ങനെ കട്ട് ചെയ്യാം. സോ ഇതിൽ നമുക്ക് ഫേസ് പാക്ക് ഉണ്ടാക്കാൻ ഇത്രയും മതി അല്ലേ? ഇത്രയും മതി നമുക്ക് ഫേസ് പാക്ക് ഉണ്ടാക്കാൻ, റൈറ്റ്? അപ്പോൾ നമ്മൾ 4 പേർക്ക് ഇത്രയും മതി. ബാക്കി നമ്മൾ കഴിക്കും ഗൈസ്. അപ്പം ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് സോ ഫ്രഷ് അല്ലേ ഗസിയ? ഐ ലവ് ദിസ്. എല്ലാം കട്ട് ചെയ്തെടുത്തു. യു സീ ലുക്ക് അറ്റ് ദിസ് കളർ ഗൈസ്, ദ ഫ്രഷ്നെസ് ഓഫ് നേച്ചർ. ഇതൊക്കെയാണ് ഗൈസ് ഫുഡ് എന്ന് പറയുന്നത്. ഞാൻ ഭയങ്കര ഒരു എന്താ പറയുന്ന ഫ്രൂട്ട്സ് വെജീസ് ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ളതാണ്. സോ പക്ഷേ എൻ്റെ പിള്ളേർ ഇതിന് രണ്ടിനും എതിരാണ്. ഫ്രൂട്ട്സ് ഓക്കെ, പക്ഷേ വെജിറ്റബിൾസ് അങ്ങനെ കഴിക്കാറില്ല. ഇപ്പം പ്രത്യേകിച്ച് പപ്പായ നമ്മൾ വെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ കഴിച്ച് തീർക്കണം. പക്ഷേ 2-3 ദിവസം കൊടുത്ത് കെസിക്ക് ഇഷ്ടം. കെസി നിനക്ക് ഇഷ്ടമല്ലേ ഇപ്പം പപ്പായ? അല്ലേ കെസിക്ക് പപ്പായ സ്മെല്ല് ചെയ്യണോ? പക്ഷെ സ്മെല്ലാണ് മീൻസ് സോ ന്യൂട്രീഷ്യസ്. ഫേസ് പാക്ക് ഉണ്ടാക്കാൻ ഇതുപോലൊരു ബൗൾ എടുത്തിട്ട് നമ്മൾ കുറച്ചിങ്ങനെ അതിൻ്റെ പൾപ്പ് ഇങ്ങനെ എടുക്കണം. സ്കൂപ്പ് ചെയ്ത് കുറച്ചതേ ഇതിപ്പോൾ നമുക്ക് മുഴുവൻ എടുക്കണം ഈ ഒരു പീസ്. കാര്യം എല്ലാവർക്കും നമ്മൾ 4 പേർക്കുള്ള ഫേസ് പാക്കാണ്. സോ വാവ്, ലുക്ക് അറ്റ് ദിസ് ഗൈസ്, ലുക്ക് അറ്റ് ദിസ്. സോ ഒരുപാട് അങ്ങ് സ്കൂപ്പ് ചെയ്യുക അകത്തോട്ട് പോകേണ്ട കാര്യമില്ല. കാരണം അവിടെ ചെറിയ തൊലിയോട് ചേർന്നിട്ട് കൈൻഡ് ഓഫ് കറയൊക്കെ ഉണ്ടാവില്ലേ. സോ വി ഡോണ്ട് നീഡ് ദാറ്റ്. സോ ഇതിങ്ങനെ യെസ്
ഇനി ഇതിനകത്തോട്ട് ഇത്തിരി ഹണി ചേർക്കണം. അപ്പോൾ കെസിയ ഇട്ടിട്ട് ഓൾറെഡി തീർന്നു ഹണി. ഉണ്ടോ കെസിയ ഇതിൽ? ഒരു വൺ സ്പൂൺ വേണ്ട. അതെ, യെസ്, ഇത്ര മതി. എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്യണം. മിക്സ് 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 മിക്സ്. ഇവിടെ ഫേസ് പാക്ക് റെഡി. ഇനി നമുക്ക് എല്ലാവർക്കും ഇട്ട് കൊടുക്കാം. എന്നിട്ട് അവസാനം ഞാൻ ഇടാം, അല്ലെങ്കിൽ സീനായിട്ട്. അപ്പോൾ ആദ്യം ആരാ റസിയ? ആദ്യം പപ്പ. ഓക്കെ, ആദ്യം അച്ഛൻ ആദ്യം ഇട്ട് കൊടുക്കാം. അത് 10 മിനിറ്റ് വെച്ചാൽ മതി. 5 മിനിറ്റ് വെച്ചാൽ മതി. ഓക്കെ, അങ്ങനെ അച്ഛനെ കുറച്ച് നേരം നമുക്ക് ഉണക്കാനിടാം. അത് കഴിഞ്ഞ് നമുക്ക് ലിയോണെ കണ്ണടച്ചോടാ. കണ്ണടച്ചോ, കുഴപ്പമില്ല. ലിയോണ് ട്യൂഷനാണുള്ള ലിയോണെ പിടിച്ചെടുത്ത് ഫേസ് പാക്ക് ഇടുന്നു ഇല്ലടാ. കണ്ണിന് വെളിയാണോ? ഓക്കെ, അങ്ങനെ മൂന്നാമത്തെ ആളും ഫിനിഷ്. ആളുകളും എല്ലാവരും കണ്ടോ? ഈ മൊത്തം ഫാമിലി മൊത്തം 8 കേസുകളാന്ന് പറയും. കണ്ണിന്റെ മുകളൊക്കെ തേച്ച് പിടിപ്പിക്കുക. ഞങ്ങള് അകത്ത് ലൈറ്റ് ഇല്ലാത്തോണ്ട് പുറത്തൊക്കെ ഒന്നാണ് ഫേസ് പാക്ക് ഇടുന്നത്. കൊണ്ട് വഴികൂടെ ആളുകൾ പോകുന്ന കണ്ണ് വഴികൂടെ ആളുകൾ പോകുന്നതാണ് അവര് വിചാരിക്കും നമുക്ക് മലപ്പുറം ഉണ്ട് കണ്ണീ തേക്കുന്നു. കെസിയുടെ സ്കിൻ ഇപ്പോഴേ ഒരു ഗ്ലോ ആവുന്നുണ്ടല്ലേ അച്ഛാ? അല്ലേ? എന്തോ കണ്ണ് നിറമുള്ള സാധനം ഒന്നുമില്ല, ഹണിയും ഇത് മാത്രമല്ലേ ഉള്ളൂ. സത്യം കണ്ണു അച്ഛന് നീറുന്നുണ്ടോ? അച്ഛന് നീറുന്നുണ്ടോ? എന്റെ കണ്ണ് ചുമക്കും. ഒന്നത്തെങ്ങും നല്ല പോലെ കിളിച്ച് നിൽക്കുക, എനിക്ക് എത്തുന്ന പോലും ഇല്ല. ഇറങ്ങി. എടാ ലിച്ചു, നീ ട്യൂഷൻ പോന്നാടാ? ബാക്കി വന്ന പപ്പ ഞങ്ങൾ കഴിക്കണം. വലിയ ട്യൂഷൻ പോയി, അപ്പം അതുകൊണ്ട് അതൊന്നും കുഴപ്പമില്ല. നല്ല മധുരം ഉണ്ടല്ലേ അച്ഛാ? സെറ്റല്ലേ? ലിയോണിന് മാത്രം നമുക്ക് പ്രോപ്പറായിട്ട് ഫേസ് പാക്ക് ഇട്ട് കൊടുക്കാൻ പറ്റില്ല. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോയി, കാരണം അവന് ട്യൂഷനുണ്ട്, ഇപ്പം എക്സാംസ് നടക്കുമല്ലേ. അപ്പം ഈ പപ്പായയും സംഭവങ്ങളൊക്കെ നമ്മൾ ഫേസിലിടുന്നത് ഓക്കെയാണ്, പക്ഷേ അതുപോലെ തന്നെ നമ്മൾ കഴിക്കാൻ ചെയ്യണം. സോ രണ്ടും ഒരുപോലെ എഫക്റ്റീവാണ്. സോ അപ്പോൾ ഓൾമോസ്റ്റ് ഇത് കഴിഞ്ഞപ്പം ഉണങ്ങുന്നതിന് മുന്നേ വേണം നമ്മളിത് വാഷ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട്. കാര്യം നമ്മളെടുത്ത പ്രോഡക്ട്സും ഫേസിലിരുന്ന് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ റിങ്കിൾസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പം ഇത് ഓൾമോസ്റ്റ് ഉണങ്ങാറായി, നമുക്ക് പോയി കഴിവാം. റിങ്കിൾസ് പിന്നെ ഇല്ലേ ആക്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്നെ ഈസ് പിമ്പിൾസ്, ലൈക്ക് ആക്നെ പിമ്പിൾ എന്നൊക്കെ പറയുന്ന ഓരോ നമ്മുടെ മുഖത്ത് വരുന്ന ഓരോരോ കുരുക്കൾ തന്നെയാണ്. പപ്പായ ഇതിയാ കഴിക്കണ്ട ജെസ്സി? സ്മെല്ല് മാത്രമേ ഉള്ളൂ, കഴിക്കണം. ഭയങ്കര ന്യൂട്രീഷ്യസ് ആ ഇതെല്ലാം. ലിയോണും കഴിക്കില്ലായിരുന്നു, ഇപ്പൊ ലിയോണും കഴിക്കും. അച്ഛൻ ഫേസ് പാക്ക് ഇട്ട് കഴിയുമോ? അച്ഛാ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അച്ഛാ. ഇത് ഫ്രഷ്നെസ് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ? പൊളിയല്ലേ? എടുത്ത് 100 രൂപ. 100 രൂപ താ. 100 രൂപ ഞാൻ പിന്നെ തരാം. ഫ്രീക്ക് എന്തൊക്കെയാണ് ഒരു ബ്ലോഗ് എടുക്കുന്നതിന്റെ പേരില്. ഗൈസ്, അപ്പം അച്ഛനും കേസിയൊക്കെ കഴുകി അവരുടെ ഫേസിൽ ഓൾറെഡി ഒരു ഗ്ലോ വന്നിട്ടുണ്ട്. ഒരു ഇൻസ്റ്റന്റ് ഗ്ലോ ആണ്. ഈവൻ ദോ ഇറ്റ്സ് എ നാച്ചുറൽ സ്റ്റഫ്, എന്നാലും നമ്മുടെ ഫേസിൽ ഭയങ്കര പെട്ടെന്നൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ഗ്ലോ വരുന്ന കാണാം. അപ്പം ഞാനും കഴുകാൻ പോവുകയാണ്. ഒരു ചെറിയ ചൂടുവെള്ളത്തിലാണ് നമ്മളിത് കഴുകേണ്ടുള്ളത്. അപ്പം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ദാറ്റ്
അടിപൊളി സെൻസേഷനാണ് ഫേസിൽ. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. എല്ലാവർക്കും ഈ പപ്പായൊക്കെ നമുക്ക് ലൈക്ക് ഈസിലി അവൈലബിൾ ആണ്, നമ്മുടെ പറമ്പിൽ കാണും അല്ലെങ്കിൽ കടയിലൊക്കെ ഉണ്ട്. ഇറ്റ്സ് വെരി ചീപ്പ്. പക്ഷേ ദിസ് ഇസ് സോ ഗുഡ് ഫോർ യുവർ സ്കിൻ, ഗുഡ് ഫോർ യുവർ സിസ്റ്റം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ യു ടുമോറോ. അടിപൊളി. ഇത് വെളുക്കാനോ വെളുപ്പിക്കാനോ ഞങ്ങൾ ചെയ്യുന്ന പരിപാടികളൊന്നുമല്ല. ദിസ് ഇസ് ജസ്റ്റ് അവർ സ്കിൻ കെയർ. ബൈ ദ വേ, ബ്യൂട്ടി ഇസ് നോട്ട് ഔട്ട്സൈഡ്, ഇറ്റ് ഇസ് ഇൻസൈഡ്. ഓൾവേസ് റിമെമ്പർ. താങ്ക് യു സോ മച്ച് ഗൈസ്.